ജുസ്മൈൻ ജൂഫർ ജാസ്മിൻ ജാഫർ. ജാസ്മിൻ ആണെങ്കിൽ റീസെൻ്റ്ലി സൈന സൗത്ത് പ്ലസിലാണെങ്കിൽ രജനീഷ് ചേട്ടന് കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ഇൻട്രഡക്ഷൻ ഒന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. എന്നാലും ഒരു കാര്യം എനിക്ക് പറയണം, രജനീഷ് ചേട്ടാ നിങ്ങളുടെ ഇൻ്റർവ്യൂസൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങളുടെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഷൂട്ട് ചെയ്യുന്ന രീതി, അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ. അതെന്തായാലും ഇവിടെ പറയണമെന്ന് തോന്നി. ഇനി നമുക്ക് ഇതിനകത്ത് ജാസ്മിൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഞാൻ ഇന്റർവ്യൂവേ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. ചേട്ടനാണ് സൈനയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇന്റർവ്യൂ തരുന്നത്. എനിക്കിപ്പോൾ ലാസ്റ്റ് ആയിട്ട് ലൈവ് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 1-2 ചാനലിൽ കൊടുക്കും. ഞാൻ നോക്കുക, ഞാൻ ഏത് ചാനൽ എടുത്ത് നോക്കിയാലും ഈ സെയിമാ. ഇത്രയും മോശപ്പെട്ട് പറഞ്ഞിട്ടും ഇവർ പിന്നെ എന്നെ ഇന്റർവ്യൂവിന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ ഏതൊക്കെയോ ചാനലോട് ചോദിച്ചു, നാണുണ്ടോ എൻ്റെ ഇന്റർവ്യൂ ചോദിച്ചായിരുന്നു. ഓപ്പണായിട്ട് ഞാൻ ചോദിച്ചു കേട്ടോ. കാരണം ഇവർ ഇത്രയും വിറ്റ് എന്നിട്ട് അവർ എനിക്ക് അയക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഞങ്ങൾ സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് കേൾക്കുമ്പോൾ ഒന്ന് ചിരി വരും, 2 ദേഷ്യം വരും. അഭിമുഖീകരിക്കാൻ എനിക്കൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ അവരുടെ മുമ്പിലിരുന്ന് അവരുടെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചേട്ടൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഇങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ഇങ്ങനെ ആണല്ലേ എന്ന് ചിത്രീകരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലാതെ നിങ്ങൾ അല്ലാതെ എന്ത് ചോദ്യം ചോദിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല, അതിന് റിപ്ലൈ തരാൻ ഞാൻ ബാധ്യസ്ഥയാണ്, എനിക്ക് പറയുന്നതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഷെയ്ഡ് അടുപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവിലോട്ട് കൊണ്ടെത്തിക്കുന്നവർക്ക് ഞാൻ എന്തിന് റിപ്ലൈ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് വിറ്റ് തിന്നാൻ ഞാൻ എന്തിൽ നിന്ന് കൊടുക്കണം? ഇത് ആക്ച്വലി എന്താ പ്രശ്നം എന്നറിയോ, ജാസ്മിൻ ആണെങ്കിൽ അവിടെ ചെയ്തിട്ടുള്ള ഒരു മെജോറിറ്റി കാര്യങ്ങളും നെഗറ്റീവ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പം ഞാനാണെങ്കിലും ജാസ്മിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ജാസ്മിൻ്റെ പോസിറ്റീവ്സും സംസാരിച്ചിട്ടുണ്ട്, നെഗറ്റീവ്സും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾക്കിടയിലേക്ക് കൂടുതലും ജാസ്മിൻ്റെ നെഗറ്റീവ്സ് മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആളുകൾക്ക് കൂടുതലും ആ ഒരു നെഗറ്റീവ്സ് കേൾക്കാനാണ് താല്പര്യവും കൂടുതൽ. അതുകൊണ്ട് തന്നെ പല ചാനൽസ് ഇൻ്റർവ്യൂസിലാണെങ്കിൽ ക്വസ്റ്റ്യൻസ് കൂടുതലും ജാസ്മിനെ ഡ്രാഗ് ചെയ്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊടുക്കുന്നത് അത് കേൾക്കാൻ കൂടുതൽ കാഴ്ചക്കാരുള്ളത് കൊണ്ടും പിന്നെ പോസിറ്റീവ് എന്ന് പ്രത്യേകം എടുത്തു പറയാനും മാത്രം ഒരുപാട് കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടും ഒക്കെ തന്നെയാണ് ആ ഒരു ഷെയ്ഡിലേക്ക് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിലാണെങ്കിൽ ചെയ്തേക്കുന്ന ഒരു അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നു എന്നുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രജനീഷ് ചേട്ടൻ്റെ ആണെങ്കിൽ ആ ഒരു പ്രസൻറ്റേഷനാണ്. ഇപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് വലിയ തട്ടലും മുട്ടലും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ഇൻ്റർവ്യൂസിലാണെങ്കിൽ കുറച്ച് ടോക്സിക് രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്നുള്ളൊരു സംഭവം തന്നെയാണ് ജാസ്മിൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരാൾക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതൊക്കെ ജാസ്മിൻ്റെ ഇഷ്ടമാണ്, അത് നമ്മൾ റെസ്പെക്ട് ചെയ്തേ മതിയാകുള്ളൂ. ഞാനും അത് റെസ്പെക്ട് ചെയ്യുന്നു. ഒപ്പം ഇൻ്റർവ്യൂസിനൊക്കെ കൊടുക്കാൻ ഇപ്പം മടി കാണിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് ജാസ്മിൻ്റെ കൂടുതൽ നെഗറ്റീവ് ഷെയ്ഡാണ് ഇവരെടുത്ത് വെക്കുന്നത് എന്ന് പറയുമ്പോൾ ജാസ്മിൻ മനസ്സിലാക്കേണ്ട കാര്യം, ജാസ്മിൻ്റെ ആ ഒരു ഹൗസിനകത്തുള്ള മെജോറിറ്റി കാര്യങ്ങളും ഒരു 100-ൽ 90% കാര്യങ്ങളും നെഗറ്റീവ്സ് തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അത് തന്നെയാണ് ജാസ്മിൻ അവിടെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലും അത്തരം ചോദ്യങ്ങളിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടുള്ളത്. ചായയുടെ കേസിൽ ചായയിൽ തുമ്മിയിട്ട് ആ തുമ്മിയ സമയത്ത് പറയുന്ന ഡയലോഗാണ് ഒരുപക്ഷെ എന്നെ വേദനിപ്പിച്ചത്. കുഴപ്പമില്ല, ടേസ്റ്റ് കൂടും, ആരും കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് അവിടെ നിൽക്കുന്നവരും അത് കേൾക്കുന്നുണ്ട്. ജാസ്മിനെ വളരെ കാര്യമായിട്ട് നോക്കുന്ന ഒരവസരത്തിൽ എൻ്റെ മനസ്സിൽ കിട്ടിയ ഒരു കല്ലുകടി എന്ന് പറയുന്നത് അതായത് ശരിക്കും ജാസ്മിൻ അത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എനിക്കറിഞ്ഞൂടെ. ഇപ്പോഴും ജാസ്മിൻ അത് വിശദീകരിക്കുന്നത് കേൾക്കാൻ ആണ് ഞാൻ ഇരിക്കുന്നത്. ജാസ്മിനോട് നേരിട്ട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. സീരിയസ്ലി പറയുകയാണെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ അതെ, സീരിയസ്ലി ജാസ്മിൻ്റെ ഭാഗത്തുള്ളൊരു തെറ്റാണ്. ജാസ്മിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു പറയുന്നു, അത്ര മാത്രം മതി. അതിനകത്ത് കൂടുതൽ വലിച്ച് നീട്ടിയിട്ട് കൂടുതൽ വലിയ എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കാൻ ഒരാൾക്കും താല്പര്യമില്ല. കാര്യം ജാസ്മിൻ അവിടെ ചെയ്തിട്ടുള്ളത് തെറ്റ് തന്നെയാണ്, അത് തെറ്റെന്ന് സമ്മതിക്കുക. അതിനുശേഷം കുറേ വലിച്ച് നീട്ടിക്കൊണ്ട് അതിനൊരു എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കാനെ കൊണ്ട് ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. ജാസ്മിൻ്റെ ഒരു പോസിറ്റീവായിട്ടൊരു ക്വാളിറ്റി ഞാൻ പറയുകയാണ്, ചെയ്തിട്ടുള്ള കാര്യങ്ങളെ തെറ്റാണെന്ന് അംഗീകരിക്കാനെ കൊണ്ട് കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. കാര്യം ആ ഒരു എന്താ പറയുക ക്വാളിറ്റി എല്ലാവർക്കും ഇല്ല, സംഭവിച്ചിട്ട് പോയിട്ടുള്ള തെറ്റിനെ അംഗീകരിക്കാനുള്ള ആ ഒരു ക്വാളിറ്റി ജാസ്മിനുണ്ട്. പക്ഷേ അതിനെ പിന്നീട് വീണ്ടും ന്യായീകരിക്കാൻ വേണ്ടി കുറച്ച് എലമെൻറ്റ്സ് കൂടെ ചേർത്ത് പറയുമ്പോഴത്തേക്കിന് ഈ സമ്മതിക്കുന്ന ആ തെറ്റിനെ പോലും, അല്ലെങ്കിൽ ജാസ്മിൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എങ്കിൽ പോലും അതിനോട് കാണുന്ന ആളുകൾക്ക് ഒരു പുച്ഛം തോന്നും. ഒരു ടൈം ഗബ്രീയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോറിഞ്ഞിട്ട് ഞാൻ അതൊക്കെ പിന്നെ പുറത്തിറങ്ങിയിട്ടൊക്കെയാണ് കുറേ റീലായിട്ട് കണ്ടത്. അപ്പോൾ അവനിങ്ങനെ എന്താണെന്ന് വെച്ചാൽ കാണണോ ഇന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നൊരിതുണ്ട്, അത് വളരെ മോശമായിട്ട്. അത് പുറത്തുനിന്ന് അത് നമുക്ക് വേറെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ചുമ്മാ ഈ തമാശയ്ക്ക് അല്ലെങ്കിൽ നമ്മളിപ്പം ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പം പ്രസിഡന്റ് അടുത്തായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൾ എന്തെങ്കിലും ചോദിക്കും, ഞാൻ തിരിച്ചെന്തെങ്കിലും ഈ എടുത്തോ പിടിച്ചോന്നുള്ളൊരു മറുപടി കുറച്ച് എനിക്കുണ്ട്. അങ്ങനെ പറഞ്ഞു വിട്ടൊരു സാധനമാണ് അത്. പക്ഷേ പുറത്ത് ഇത്ര വിവാദമാവുന്നോ മനസ്സിൽ പോലും ഞാൻ ഒന്നും കരുതിയോ അല്ലെങ്കിൽ ചിന്തിച്ചോ പറഞ്ഞില്ല, ചുമ്മാ നമ്മൾ പറഞ്ഞു വിടൂലേ. ഓക്കെ, ജാസ്മിൻ അപ്പോൾ അത് ചുമ്മാ പറഞ്ഞു വിട്ടൊരു സാധനമാണ്, മനസ്സിൽ പോലും വിചാരിക്കാതെ പറഞ്ഞിട്ടുള്ള കാര്യം. അങ്ങനെ മനസ്സിൽ പോലും വിചാരിക്കാതെ പറഞ്ഞിട്ടുള്ള ചുമ്മാ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം വളരെ സില്ലി ആയിട്ടുള്ളൊരു കാര്യമാണോ? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ മറ്റൊരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളുടെ അടുത്ത് ഇതുപോലെ ആരുടെ അടുത്തും ആയിക്കോട്ടെ ഇതുപോലെ ഓരോ സ്ഥലത്തൊക്കെ ചൊറിഞ്ഞിട്ട് നിനക്കെന്താ ഇത് കാണണോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് വളരെ സില്ലി ആയിട്ടാണോ ജാസ്മിൻ പറയുന്നത്? ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്കൊരു ചോദ്യം ഉള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ണർ, നിങ്ങളുടെ ഹസ്ബൻഡ്, വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആരും ആകാം. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും ഒരു പബ്ലിക് പ്ലേസിലോ അല്ലെങ്കിൽ എവിടെയും ആയിക്കോട്ടെ ഒരു മൂന്നാമതൊരാൾ, നിങ്ങളുടെ ആ ഒരു പാർട്ണറിൻ്റെ ഒരു സുഹൃത്ത് കടന്നു വരുമ്പോഴത്തേക്കിന് അയാളുടെ മുന്നിൽ നിന്നുപോലെ ചൊറിഞ്ഞും ഒക്കെ കാണിക്കുമ്പോൾ അയാളുടെ അടുത്ത് നേരെ നിങ്ങളുടെ പാർട്ണർ ചോദിക്കണം, എന്താ നിനക്കിത് കാണണോടാന്നോ അല്ലെങ്കിൽ കാണണോടിയെന്നോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളതിനെ വളരെ നോർമലൈസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ നോർമലായിട്ട് നിങ്ങളതിനെ വിചാരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അന്നേരം ഫീൽ ചെയ്യുമോ?
കാര്യം ഈ ജാസ്മിൻ ഇപ്പം ഈ പറയുന്ന സാധനം ഞാനത് വെറുതെ പറഞ്ഞു വിടുന്ന സാധനമാണ്, അല്ലെങ്കിൽ ജസ്റ്റ് മനസ്സിൽ പോലും പറയാതെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്നത് ജാസ്മിൻ അതിനെ വളരെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാര്യം ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എന്താ പറയുക, മനസ്സിൽ പോലും ചിന്തിക്കാതെ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാതെ നമുക്ക് പല കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടാകും. പക്ഷേ ഇതൊക്കെ കാണിക്കണോ അല്ലെങ്കിൽ കാണണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് എന്ത് തരത്തിലുള്ള ഇതാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെറുതെ ജാസ്മിൻ നോർമലൈസ് ചെയ്യരുത്. ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ എങ്ങനെയാണോ പിക്ചർ ചെയ്യുന്നത് അതേ നമുക്ക് പുറത്ത് കിട്ടുള്ളൂ. ഈ ലോകത്ത് ആദ്യമായിട്ട് നഖം കടിച്ചിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ വാഷ്റൂമിൽ ചെരുപ്പില്ലാതെ കയറിയിട്ടുള്ള ഒരാളോ ഒന്നും അല്ല ഞാൻ. അത് ശരിയാണ്. ഇവിടെ ആദ്യമായിട്ട് നഖം കടിച്ചിട്ടുള്ള ആളോ അല്ലെങ്കിൽ ചെരുപ്പിടാതെ ബാത്റൂമിൽ കയറിയിട്ടുള്ള ഒരാളോ ഒന്നും ജാസ്മിൻ അല്ല. എല്ലാവരും ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആരും ഇങ്ങനെയൊന്നും ചെയ്യാത്ത ഒരു മനുഷ്യനും ഇല്ല. ഈ സ്വഭാവങ്ങളൊക്കെ എല്ലാ മനുഷ്യനും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എന്നിട്ടും ജാസ്മിൻ്റെ അടുത്ത ആളുകൾക്ക് എന്തുകൊണ്ട് ദേഷ്യം തോന്നി എന്നത് ജാസ്മിൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടെ ആ ഒരു ഹൗസിലാണെങ്കിൽ ജാസ്മിൻ ചെരുപ്പിടാതെ ബാത്റൂമിൽ കയറിയിട്ട് വന്നപ്പോഴത്തേക്കിന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു, ജാസ്മിനെ ചെരുപ്പിടാതെ നീ ബാത്റൂമിൽ കയറാൻ പാടില്ല, ചെരുപ്പിട്ടേ കയറാൻ പാടുള്ളൂ. അതിനെന്താണ് എൻ്റെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് അവർ പറഞ്ഞൊരു കാര്യം, എന്നാൽ നീ ചെരുപ്പിടാതെ വന്ന് ബാത്റൂമിൽ കയറിയിട്ട് നേരെ ഈ സോഫയിൽ ഇരിക്കലെന്ന് പറഞ്ഞു. അപ്പം ജാസ്മിൻ അവരുടെ അടുത്ത് ആ ഒരു വാശി കാണിക്കാനും ജാസ്മിൻ എന്തോ വലിയ ബോൾഡായിട്ടുള്ളൊരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സോഫയിൽ ചെരുപ്പിടാതെ ബാത്റൂമിൽ കയറിയിട്ട് നേരെ വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ എന്തായിരുന്നു, ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്, അവിടെ കാണിക്കേണ്ട ചില മാനേഴ്സ് ഉണ്ട്. ഇപ്പം ജാസ്മിൻ മാത്രമല്ല ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്നത്, ഞങ്ങളും താമസിക്കുന്നതാണ്. അപ്പം അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജാസ്മിൻ ചെയ്തിട്ടുള്ളത് അവിടെ ഒരു തെറ്റ് തന്നെയാണ്. ആ ഒരു ആക്ട് തെറ്റ് തന്നെയാണ്. ആ സോഫയിൽ നിന്ന് കാലെടുക്കാതെ അവിടെ തന്നെ ഇരിക്കുന്ന ഒരു തെറ്റ് തന്നെയാണ്. എന്നിട്ടും അത് വാശിയുടെ പുറത്ത് അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആളുകൾക്ക് ജാസ്മിൻ്റെ അടുത്ത് ഒരു രീതിയിലും ഈ പറയുന്ന പോലെ നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നതല്ലേ എന്നൊരിക്കലും അവർക്കതല്ല തോന്നുക. ജാസ്മിൻ്റെ അടുത്തൊരു ദേഷ്യം തന്നെയായിരിക്കും തോന്നുക. അങ്ങനെ വെറുതെ നെഗറ്റീവ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ജാസ്മിൻ ഇപ്പം നെഗറ്റീവ്സ് പല രീതിയിലും വന്നിട്ടുണ്ട്. അപ്പം അതിൽ ഈ ഒരു കാര്യത്തിൽ ജാസ്മിൻ്റെ അടുത്ത് ഒരു നെഗറ്റീവ് വരാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. കാര്യം വാശിപ്പുറത്ത് ജാസ്മിൻ ബാക്കിയുള്ളവരുടെ മുന്നിൽ ഈ പറയുന്ന സോഫയിൽ കാലെടുക്കാതെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ആളുകൾക്ക് എങ്ങനെയാണ് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? അതിനകത്ത് പ്ലാനിങ് ആണെന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണെന്ന് പറയുന്നവരുണ്ട്. ഫേക്ക് ആണെന്ന് പറയുന്നവർക്ക് എനിക്ക് ഇത്രേ പറയുള്ളൂ. ഇത്രയും വന്നിട്ട് പോലും അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, വിട്ടുകൊടുക്കേയില്ല. അതിനകത്ത് തന്നെ ഉണ്ട് ഞങ്ങൾ ഫേക്ക് അല്ല ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇതിപ്പം ഗബ്രിയുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ ഒരു രീതിയിലും അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഇപ്പം ഈ ഗബ്രി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും പുറത്തിറക്കി വന്നതിന് ശേഷം ഇത്ര നെഗറ്റീവ്സ് വന്നിട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഒരു എന്താ പറയുക കുറ്റമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ രണ്ടുപേരെയും ചേർത്ത് പിടിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഗെയിമിൻ്റെ പേര് നിങ്ങൾക്ക് നെഗറ്റീവ് വന്നിട്ടില്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴും ഇവർ രണ്ടുപേരും പരസ്പരം അവർ ചേർത്ത് നിർത്തുക തന്നെയേ ചെയ്തിട്ടുള്ളൂ. അത് ഭയങ്കര എന്താ പറയുക അടിപൊളിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തും ആയിക്കോട്ടെ, ഇതിപ്പം ഫ്ലേട്ടിങ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, സിറ്റുവേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, വാട്ട് എവർ, പക്ഷേ നിങ്ങൾ പരസ്പരം അങ്ങോട്ട് കാണിക്കുന്ന ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളിയാണ്. അത് ഒന്നും പറയാനില്ല. അതിനകത്ത് ആർക്കും ഒരു നെഗറ്റീവും പറയാനില്ല. അത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. നിങ്ങൾ ഒരാളെയും അങ്ങോട്ടും ഇങ്ങോട്ടോ കൈവിട്ട് കളയുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് അടിപൊളി കാര്യം തന്നെയാണ്. അത്ത പറഞ്ഞ തെറ്റ് അത്താടെ കണ്ടില് അത്തേൻ്റെ അടുത്ത് ഇറങ്ങാൻ നേരത്തെ അത്തേൻ്റെ അടുത്ത് ചോദിച്ചത്, നീ അല്ലേ പറഞ്ഞ നീ അവിടെ പോകുമ്പോൾ കോമ്പോ ഒന്നും നോക്കത്തില്ല, നീ എന്ത് പിന്നെ ചെയ്തത് എന്ന് അത്താൻ്റെ അടുത്ത് ചോദിച്ചൊരു സാധനമാണ്. ആക്ച്വലി ഇതൊരു കോമ്പോ അല്ല. നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിതിപ്പോൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അതൊരു വെള്ള പൂശുന്നതായിട്ടും അല്ലെങ്കിൽ എന്തോ ഈ കൊച്ചി പറയുന്നതെന്നുള്ളതേ ആൾക്കാർ ചിന്തിക്കുകയുള്ളൂ. നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് നമ്മുടെ കയ്യിൽ ഒരാൾ പിടിക്കുമ്പോൾ നമുക്കത് വലിയ ആശ്വാസമാണ്. അതെ, നമുക്ക് ആരും ഇല്ലാത്തൊരു സമയത്ത് ഒരാൾ നമ്മുടെ കൈ പിടിക്കുമ്പോൾ അതൊരു ആശ്വാസമാണ്. അതിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിയാണ്, ജാസ്മിനെ ആരും ഇല്ലാത്ത സമയത്ത് കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. പക്ഷേ 24 മണിക്കൂറും ഈ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ആശ്വാസം കൊടുപ്പിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരുമാതിരി വല്ലാത്തൊരു ആശ്വാസം കൊടുപ്പിക്കലാണ് ജാസ്മിനെ. കാര്യം നിങ്ങൾ വെറുതെ കൈ പിടിച്ചിരുന്ന് ആശ്വസിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഉമ്മ കൊടുക്കുന്നു, നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇതൊക്കെ കാണണമെന്ന് ചോദിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്ന ഏതൊരാൾക്ക് എങ്ങനെയാണ് ജാസ്മിൻ ഇതൊക്കെ നിങ്ങൾ വളരെ നോർമലാണെന്ന്, ഇതൊക്കെ ജസ്റ്റ് ക്യാഷ്വൽ ആണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്? എനിക്കറിയാൻ മേലത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരാൾക്ക് ഇപ്പം ജാസ്മിൻ്റെ ഒരു പോയിന്റ് മനസ്സിലായി. ഇപ്പം അവിടെ പറയുന്ന ആ ഒരു ഹൗസിൽ വേറെ ആരും ഇല്ല, നിങ്ങൾ എത്രയും കണ്ടസ്റ്റൻസ് നിങ്ങൾക്കെതിരെയാണ്, അപ്പോൾ ആശ്വാസം പകരാനെ കൊണ്ട് കൈ പിടിച്ചിരിക്കുന്നു കാര്യങ്ങളൊക്കെ ഒക്കെ നല്ലതൊക്കെ തന്നെയാണ്, അതൊരു പ്രശ്നമില്ല. 24 മണിക്കൂർ ഇത് ചെയ്യുമ്പോൾ അതിനെ മറ്റൊരു കണ്ണി കൂടെ മാത്രമേ ആളുകൾക്ക് കാണാൻ പറ്റുള്ളൂ. ജാസ്മിന്റെ ഉള്ളിൽ പ്രണയം ഉണ്ടായിരുന്നു, അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ എനിക്കാണെങ്കിലും അവനാണെങ്കിലും ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അപ്പോൾ എനിക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ ഗബ്രിയോട് കയറിയതിന്റെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പുറത്ത് എനിക്ക് ഇതേപോലെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇന്നതാണ്. എനിക്ക് ജാസ്മിൻ എത്ര തന്താനീനാനേ താനിന്നാനോ എന്നുള്ള പാട്ടൊക്കെ അടിപൊളിയാണ്. KGF പാട്ടാണ്, അടിപൊളി പാട്ടാണ്. സംഭവം എന്ന് വെച്ചാൽ 2-3 ദിവസങ്ങൾ, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിൽ ജാസ്മിൻ ഇട്ടൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. പിന്നെ പറഞ്ഞു വരുത്തിയത് പലതും, അതൊക്കെ പലതും നുണയാണെന്ന് കാലം തെളിയിക്കും. അതിനകത്ത് 1-2-3 കാര്യങ്ങൾ ഞാൻ പറയും. എൻ്റെ എൻഗേജ്മെന്റ് തേങ്ങ മാങ്ങ ഈ സാധനങ്ങളൊന്നും ഉള്ളതല്ല.
ഓക്കെ എൻഗേജ്മെൻറ്റ് തേങ്ങ മാങ്ങ സാധനങ്ങളൊന്നും ഉള്ളതല്ലെന്ന്. ഇപ്പം ഇവിടെ രജനീഷ് ചേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഗബ്രിയുടെ അടുത്താണെങ്കിൽ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ളതാണെന്നുള്ളത്. അതെ, ജാസ്മിൻ ആ ഹൗസിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഇവിടെ ഈ എൻഗേജ്മെൻറ്റ് തേങ്ങ മാങ്ങ ഒന്നും നടന്നിട്ടുള്ളതല്ല എന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ അറ്റാച്ച് ചെയ്തൊരു സാധനം കൂടിയിട്ടുണ്ടായിരുന്നു. അതായത് ജാസ്മിൻ്റെ വാപ്പ ജാഫ്രിക്ക ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോളുടെ ആണെങ്കിൽ നിശ്ചയം ഉറപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരു സാധനം ഉള്ളതാണ്. അപ്പോൾ ജാസ്മിൻ ഓരോ ടൈമിലും ഓരോരോ സാധനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഡബിൾ സ്റ്റാൻഡോ ട്രിപ്പിൾ സ്റ്റാൻഡോ ഒന്നുമല്ല, ഇത് മറ്റേ ആരോ പറഞ്ഞതുപോലെയുള്ള ഇതൊരു ബെസ്റ്റ് സ്റ്റാൻഡാണ്. കാര്യം ഓരോ സമയത്തും ഓരോ നിലപാടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാറി മാറി നിലപാടുകൾ പറയുന്നത് ഒന്ന് നിർത്തുന്നത് നന്നായിരിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുക. ഇനി അറ്റ്ലീസ്റ്റ് ഇനി വരുന്ന വീഡിയോസ് ആണെങ്കിലും ജാസ്മിൻ്റെ വീഡിയോയിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലൂടെ ആണെങ്കിലും പറയുന്ന കാര്യം ഒരു കാര്യം തന്നെ മാക്സിമം എല്ലായിടത്തും പറയാൻ ശ്രമിക്കുക. കള്ളമാണെങ്കിലും ശരി, ഓക്കെ, അതെങ്കിലും പറഞ്ഞ ജാസ്മിൻ ഓൾറെഡി ഇല്ലാത്ത കാര്യത്തെ എല്ലാം വെള്ള പൂശിക്കൊണ്ട് എല്ലാം ന്യായീകരിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കള്ളമാണെങ്കിൽ പോലും ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുക. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഒരു സമയത്ത് ഒരു സാധനം പറയുന്നു, പിന്നീട് വന്നിട്ട് അത് മാറ്റി പറയുന്നു. അങ്ങോട്ടൊക്കെ ഇത് എങ്ങോട്ടാണ് ഈ തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിനെ? എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ഇവനോട് ഇഷ്ടമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. ഞാൻ ആ ഇഷ്ടം പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പാണോ എനിക്കറിയില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അത് ആ ഒരു സമയത്ത് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അവിടെ കാണിച്ചിട്ടുള്ളത് പരസ്പര റെസ്പെക്റ്റോട് കൂടിയുള്ള ഒരു ഫ്ലർട്ടേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങൾ അവിടെ കാണിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ല. എനിക്ക് ഇഷ്ടം തോന്നിപ്പോയി, മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്കൊരു ഇഷ്ടം തോന്നിപ്പോയി. അപ്പോൾ ആ ഇഷ്ടം പ്രേമമാവരുത് എന്നുള്ള രീതിയിൽ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാൻ എന്തുകൊണ്ട് അത് പിടിച്ചു വെക്കുന്നു, ഞാൻ പുറത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ പിടിച്ചു വെക്കുന്നത്. എന്നാൽ പിടിച്ചു വെക്കാതെ എനിക്ക് പ്രേമിച്ചൂടെ? പറ്റില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും കാസ്റ്റ് വേറെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഫാമിലിപരമായി വേറെ കുറേ മീൻസ് റിലീജിയൻ വേറെയാണ്, ഫാമിലിപരമായി ഞങ്ങൾക്ക് കുറേ ഇഷ്യൂസ് ആണ്. ഞങ്ങൾക്ക് ഒരിക്കലും കല്യാണം എന്നുള്ളൊരു സാധനം ഞങ്ങൾക്ക് നടക്കില്ല. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ സാധനം ഒരു സൈഡിൽ നിൽക്കട്ടെ. ഈ ബിഗ് ബോസ് പോലെയുള്ള ഇത്രയും വലിയൊരു പബ്ലിക്കായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് വന്നിട്ട് ഒരാൾ പറയുന്നൊരു സാധനമാണ് ഞങ്ങൾ തമ്മിൽ കല്യാണം നടക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടും രണ്ട് കാസ്റ്റാണ്, രണ്ട് മതം, രണ്ട് റിലീജിയൻ എന്നുള്ളൊരു സാധനമാണ് പറയുന്നത്. എടി നിങ്ങൾ ഇപ്പോഴും ഇപ്പം ജാസ്മിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും ഈ പറയുന്ന മതം എന്ന് പറയുന്ന സാധനം തലയ്ക്ക് പിടിച്ചിരിക്കുകയെന്നോടെ ഈ മതം എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഏത് മതവും ആയിക്കോട്ടെ, ഈ മതങ്ങളെന്ന് പറയുന്നത് മനുഷ്യരെ തമ്മിൽ ഇങ്ങനെ ഭിന്നിപ്പിക്കാനും ഇങ്ങനെ വേർതിരിച്ച് നടുക്കൂടെ ഒരു മതിൽ പണിഞ്ഞ് വെക്കാനുള്ള സാധനങ്ങളൊന്നും അല്ല. മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ഈ പറയുന്ന മതങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മതങ്ങളൊക്കെ വലിച്ചെറിയണം. ഏത് മതമാണെങ്കിലും ഓക്കെ. കുറേ പേര് ഇവിടെ പറഞ്ഞുണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവർ തമ്മിൽ ലസ്റ്റാണ്, അതാണ് ഇതാണ് മറ്റതാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് ഈ കൈ പിടിക്കുന്നതോ ഈ പറയുന്ന കണക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഹഗ് ചെയ്യുന്നതല്ല. ഇതൊക്കെ നോർമലി ഞാനിവിടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഞാൻ ഈ ചൊറിഞ്ഞ് കടിച്ചെടുത്തിരിക്കുന്ന പരിപാടിയെ കൊണ്ട് എനിക്ക് ഈ സ്നേഹം കൂടുമ്പോൾ പിടിച്ച് കടിക്കുകയൊക്കെ ചെയ്യും. ഈ പറഞ്ഞ കാര്യം ഞാൻ റസ്മിൻ്റെ അടുത്തും ചെയ്യാറുണ്ട്. ഈ പറയുന്ന സാധനം ഞാൻ റസ്മിൻ്റെ അടുത്ത് എനിക്കൊന്ന് ശ്രീധുവിൻ്റെ അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ബേസിക് നേച്ചറിലുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ ഉമ്മാരത്ത് ചെയ്യാറുണ്ട്, എൻ്റെ അടുത്ത ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെയ്യാറുണ്ട്. പക്ഷേ ഇവർ പ്രൊജക്ട് ചെയ്ത സാധനത്തിനകത്ത് ഗബ്രി മാത്രമേ ഉള്ളൂ. ഇപ്പം ജാസ്മിൻ ഈ പറയുന്നൊരു സാധനം എന്ന് വെച്ചാൽ ഗബ്രിയുടെ അടുത്ത് മാത്രമല്ല ബാക്കി പല ആളുകളുടെ അടുത്തും ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിന് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ നമ്മുടെ സംസാരിക്കുന്നവരുടെ പേര് എഴുതി വെക്കാൻ പറഞ്ഞിട്ട് ഫ്രീ പീരീഡ് എങ്ങോട്ടെങ്കിലും മാറുമല്ലോ. അപ്പം നമ്മൾ ഒരാൾ മാത്രമാണ് സംസാരിച്ചതിൻ്റെ പേരിൽ ടീച്ചർ പിന്നീട് വരുമ്പോൾ നമ്മൾ എണീച്ച് നിൽക്കുക എന്നുണ്ടെങ്കിൽ അത്രയും ആളുകൾക്കിടയിൽ നമുക്ക് ഒരാൾക്കായിരിക്കും അടി കിട്ടുക, ടീച്ചർ അടിക്കുക. അപ്പം നമ്മുടെ മുഖം ടീച്ചറുടെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് കിടക്കുക. അപ്പോൾ അതേസമയം ഒന്നിലധികം ആളുകൾ ഒരു 5-6 പേര് ഇതുപോലെ അല്ലെങ്കിൽ ഒരു 10-15 പേര് സംസാരിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ നമ്മൾ പിന്നീട് ടീച്ചർ വരുമ്പോൾ എണീച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒരു പർട്ടിക്കുലർ പേഴ്സണിലേക്ക് ഫോക്കസ് പോകത്തില്ല. എല്ലാവരും സംസാരിച്ച് കൂടുതൽ അപ്പം ഏതെങ്കിലും ഒരാൾ ചെയ്തിട്ടൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ അതിനെ എന്താ പറയുക വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മയത്തിൽ അതങ്ങ് പോവുകയാണ് ചെയ്യുക അല്ലേ. അതേപോലെ തന്നെ ഇവിടെ ജാസ്മിൻ ഇപ്പം ഒരാൾ ചെയ്തിട്ടുള്ളൊരു തെറ്റ് അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രിയിലേക്ക് മാത്രം ഫോക്കസ് പോകുമ്പോൾ എല്ലാ ആളുകളും ഈ രീതിയിൽ ചിത്രീകരിക്കും, ഇവർ ലസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കും. പക്ഷേ ഇത് ഞാൻ ബാക്കിയുള്ളവരുടെ അടുത്തും ഇങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്കിന് എല്ലാ ആളുകളുടെ അടുത്തും ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഗബ്രിയുടെ അടുത്ത് മാത്രമല്ല. അപ്പോൾ ഈ ഫോക്കസ് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് പോകും. അപ്പോൾ പിന്നെ ജാസ്മിൻ ചെയ്തിട്ടുള്ളത് വലിയൊരു തെറ്റല്ല അല്ലെങ്കിൽ പ്രശ്നമില്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ഡ്രാമ മാത്രമാണ്. ഈ വീടിനടുത്ത് കിടന്ന് പിന്നെയും ഉരുണ്ട് കളിക്കുക എന്ന് പറയുന്നില്ലേ, എക്സാക്റ്റ് ആയിട്ടും ആ ഒരു സാധനമാണ് ഇപ്പം ജാസ്മിൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നോട് ലാലേട്ടൻ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, മോളെ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ എനിക്ക് കൂളായിട്ട് പറയാം, അതെ ലാലേട്ടൻ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ പ്രശ്നം അവിടെ തീരുമോ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ പ്രശ്നം അവിടെ തീരുമോ? ഇല്ല. ഈ 70 ക്യാമറ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക, അതിനകത്ത് ഈ കൈ പിടിക്കുന്ന ഒന്നുമല്ല ഞങ്ങളുടെ മാറ്റം. ഞങ്ങളുടെ കണ്ണിൽ ആ ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ഈ 70 ക്യാമറയിൽ ഒരു ക്യാമറയിലെങ്കിലും പതിയും. അപ്പോൾ ഉറപ്പായും അറിയും. പിന്നെ ഞങ്ങൾ എന്തിനു നോണ പറയണം, നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണോ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് സത്യമാണ്. എന്തോന്ന് ഇത് എൻ്റെ കിളി പോയതാണോ അതോ ജാസ്മിൻ്റെ കിളി പോയതാണോ അതോ ഇനി എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണോ? കാര്യം ജാസ്മിൻ പറയുന്നു ഞങ്ങൾ തമ്മിൽ കണ്ണിൽ പരസ്പരം പ്രണയമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇതിനൊരു ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നതും അല്ലെങ്കിൽ പ്രണയത്തിൽ അല്ല എന്നുള്ളതും ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് സത്യമാണെന്ന് ജാസ്മിൻ പറയുന്നത്. ഒരേ സമയം പ്രണയമാണെന്ന് പറയുന്നു, കണ്ണിൽ തമ്മിൽ പ്രണയമാണെന്ന് പറയുന്നു, ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നും ഒരേ ടൈമിൽ തന്നെ പറയുന്നു. എൻ്റെ കിളി പോയതാണോ അതോ ഞാൻ ഇനി കേട്ടൻ്റെ കുഴപ്പമാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇനി എൻ്റെ കുഴപ്പമായിരിക്കും ചിലപ്പോൾ.
ാണ് ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം പറയുന്നത്. ബിഗ് ബോസ് എന്നുള്ള വീടുള്ളതുകൊണ്ടാണ് ഒരാണ് പെണ്ണിനെ തൊട്ടാൽ അങ്ങ് എന്തോ മഹാപാപം എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, പുറത്ത് ഈ ആണ് പെണ്ണ് ഫ്രണ്ട്ഷിപ്പിൽ ഇവരാരും കൈ പിടിക്കില്ലേ? ആരും ഹഗ് ചെയ്യില്ലേ? അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾ ഹഗ് ചെയ്ത് ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ ഒരു ഉമ്മ വെക്കുകയോ ചെയ്യാത്ത ആൾക്കാരാണോ? ആണോ? എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ജാസ്മിനെ ഞാൻ നേരത്തെ പറഞ്ഞത്. 24 മണിക്കൂർ ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ് ഞാൻ മടുത്തത്. ജാസ്മിൻ ഒരു ഇത് വേണ്ടേ, ഇത് തന്നെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്തുള്ള ബോയ്സ് ടൈപ്പ് ഗേൾസ് ഒന്നും ഈ പറയുന്ന പോലെ 24 മണിക്കൂറും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചൊന്നും ഇരിക്കുമല്ല. അതാദ്യം ജാസ്മിൻ മനസ്സിലാക്കുക. ആ റിലേഷൻ്റെ അവസ്ഥ എന്താണ്? ശരിക്കും നിങ്ങൾ കല്യാണം കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടോ? ഇപ്പൊ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരു പയ്യനായിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം ജാസ്മിന് പറ്റിയിട്ടുള്ള തെറ്റുകളും അല്ലെങ്കിൽ എല്ലാ കുറവുകളും കാര്യങ്ങളൊക്കെ ജാസ്മിന് വളരെ കൃത്യമായിട്ടിരിക്കാം. നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ജാസ്മിനെ. പറ്റിപ്പോയിട്ടുള്ള തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ ഒന്ന് സമ്മതിക്കുക എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റിയാണ്. എല്ലാവർക്കും ആ ഒരു ക്വാളിറ്റി ഇല്ല. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ഈ ഒരു ക്വാളിറ്റിയെ പിന്നീട് വീണ്ടും വന്നിട്ട് ഇതിനെ ന്യായീകരിച്ച് മെഴുകുമ്പോൾ ജാസ്മിനോട് തോന്നുന്ന ആ ഒരു ക്വാളിറ്റിയും പിന്നീട് ഇല്ലാണ്ടായി പോകും. ആദ്യം ജാസ്മിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങളൊന്ന് പറയുന്നു, പിന്നീട് ഇൻ്റർവ്യൂ കൊടുക്കുമ്പം അതുമല്ലാത്ത വേറെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ച് നിൽക്കുക. ഇങ്ങനെ ബസ് സ്റ്റാൻഡായിട്ട് വരുന്ന ബസ്സുകൾക്കെല്ലാം കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കരുത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ച് നിൽക്കുക. പറയുന്ന കാര്യത്തിൽ ഏതെങ്കിലും കള്ളമാണെങ്കിൽ പോലും ഒരു കള്ളത്തിൽ ഉറച്ച് നിൽക്കുക.